ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ കേക്ക് റെസിപ്പി നോക്കിയാലോ. നമ്മളിതുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ നമുക്ക് ബീറ്ററോ ഓവണോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടില്ലേ അതൊന്ന് ബ്ലെൻഡാക്കി എടുക്കാം കേട്ടോ. നമുക്കിതില്ലേ ബീറ്ററോ ഒന്നും ഇല്ലാണ്ടില്ലേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട നല്ലപോലെ ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാരയിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിക്കുന്നതിന് മുന്നേ ഉള്ള അളവാന്ന് പറഞ്ഞത് 1 കപ്പ്. നിങ്ങൾക്ക് പൊടിക്കാണ്ടും ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ പൊടിച്ചിട്ടിട്ട് കൊടുത്തതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊടിച്ചു പോയതാണ്, പൊടിക്കാണ്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 നുള്ള അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അതുകൂടി ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടി ബ്ലെൻഡാക്കി എടുക്കണം. ഇപ്പോഴാണ് മിക്സി ഫുള്ളായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ജാറ് ചേഞ്ച് ചെയ്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ കാരമലൈസ് ആയിട്ട് വന്നോളും. ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. അതിന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. സ്പൂണൊന്നും ഇല്ലാണ്ട് ആ പാൻ തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ മിക്സായി കിട്ടിക്കോളും. ഇനി അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബേക്കാക്കി എടുക്കുന്ന ആ ഒരു പാനില്ലേ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് നെയ്യ് തേച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ബാറ്ററിയില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി കൂടി ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഷുഗർ ക്യാരമൽ ഇതുകൊണ്ടില്ലേ ആ ഒരു കളറും ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ നമ്മുടെ ഈ കേക്കിന്. ഇനി നമുക്കിതൊന്ന് ബേക്കാക്കി എടുക്കാം. നിങ്ങൾക്കിത് കുക്കറിൽ അതിൻ്റെ വിസിൽ മാറ്റിയിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം അന്ന് നല്ല പണി കിട്ടിയേ. ഞാൻ ആ ഒരു പാൻ എടുക്കുന്ന സമയത്തില്ലേ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മണി പ്ലാന്റ് ഫുള്ളായിട്ട് അങ്ങ് വീണ് പോയി. വെള്ളം ഫുള്ളായിട്ട് ആ ഒരു മാറ്റിലായിട്ടാ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പഴയ പാൻ ഒന്ന് താഴെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാറ്റർ വെച്ചിട്ടുള്ള ആ ഒരു സോസ് പാനില്ലേ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്കാക്കി എടുത്താൽ മതി. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറൊക്കെ കൊണ്ട് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്, ഒട്ടും തന്നെ അതിലാവുന്നില്ല. അപ്പോൾ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നല്ലപോലെ ചൂടാറിയ പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് ആ ചൂടോടെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൈയൊക്കെ ഒന്ന് പൊള്ളുന്നുണ്ട്, അതൊന്നും കുഴപ്പമാക്കാണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കൂലേ.